ഇന്ത്യയും മാലദ്വീപുമായുള്ള ബന്ധം സുഗമമായോ? എന്തായിരിക്കും മാലദ്വീപിന്റെ ഈ തിരിച്ചറിവിന് പിന്നിൽ? ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിൽ കല്ലുകടിയായി ചൈന വീണ്ടും വരുമോ? നമസ്കാരം, ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം. മാലദ്വീപിനെ കാത്തിരിക്കുന്നത് ഇനി തിരിച്ചറിവിന്റെ കാലമായിരിക്കും. മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീർ എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന വിവരം ഇന്ത്യ മാലദ്വീപ് ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം ഏകദേശം പരിഹരിക്കപ്പെട്ടു എന്നാണ്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം തകരുന്ന ഘട്ടത്തിലാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീറിനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യക്കും മാലദ്വീപിനും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമാധാനവും സുരക്ഷയും പ്രധാനമാണ്. അതുകൊണ്ട് ഇനി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് മൂസ സമീർ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മാലദ്വീപിലെ ജനങ്ങൾ ഇന്ത്യക്കെതിരെയും അതിന്റെ നേതാവിനെതിരെയും വീണ്ടും അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പാക്കാൻ മൊയ്സുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശരിയായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും സമീർ അടിവരയിട്ട് പറഞ്ഞു. ഒരു വലിയ മഞ്ഞുരുകിയ ആശ്വാസം മാലദ്വീപ് വിദേശകാര്യ മന്ത്രി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാലദ്വീപ് മന്ത്രിമാർ പങ്കുവച്ചതോടെയാണ് ഇന്ത്യ മാലദ്വീപ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ഇന്ത്യയിൽ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. ഇതോടുകൂടി മാലദ്വീപിലോട്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നിന്നു. ടൂറിസം പ്രധാന വരുമാന മാർഗമായ ദ്വീപിനെ ഇത് ശ്വാസം മുട്ടിച്ചു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മാലദ്വീപ് ടൂറിസം തവിട് പൊടിയായി. പിന്നീട് ദ്വീപ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇന്ത്യ സ്വന്തം നിലപാടുകളുമായി മുന്നോട്ടു പോയി. എന്നാൽ മാലദ്വീപിന് ഇന്ത്യയില്ലാതെ, ഇന്ത്യയുടെ പിന്തുണയില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന തിരിച്ചറിവ് ശക്തമായപ്പോഴാണ് ഇന്ത്യയുമായുള്ള പ്രശ്നം അവസാനിപ്പിക്കാനും ഇന്ത്യയെ ഒപ്പം നിർത്താനും ദ്വീപ് തന്നെ മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത്. ചൈനയെ പൂർണ്ണമായും മാലദ്വീപ് തള്ളിക്കളയുന്ന കാലം വിദൂരമല്ല. ഇനി അറിയാനുള്ളത് ചൈന ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ്. മാലദ്വീപിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ചൈന തയ്യാറാകില്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലദ്വീപിന്റെ സ്ഥാനം വളരെ നിർണായകമാണ്. ഇന്ത്യൻ മഹാസമുദ്രം കയ്യിൽ നിന്ന് പോകുന്നത് ചൈനയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ചൈന അണിയറയിൽ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. മാലദ്വീപിനായി ചൈനയുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും പ്രയോഗിക്കും. ഇതെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് ഇന്ത്യയും മുന്നോട്ട് പോകുന്നത്. ചൈന മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് പിന്നിൽ വൻ ചതിയും ഗൂഢലക്ഷ്യങ്ങളുമാണ് മറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ലോകത്തിനു മുന്നിൽ മറനീക്കി ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. ലോകം മുഴുവൻ തന്റെ അധീനതയിലാക്കാനാണ് ചൈന നിരന്തരം പരിശ്രമിക്കുന്നത്. അതിനായി ചൈന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ലോകരാജ്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. തായ്വാനെ നിയന്ത്രണത്തിലാക്കാൻ നിരന്തരം കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ച് നിരീക്ഷിക്കുന്നു. ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂട്ടാനുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നു. ചൈന കടൽ സ്വാധീനത്തിലാക്കാൻ ഫിലിപ്പീൻസും ജപ്പാനുമായും കൊമ്പുകോർക്കുന്നു. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ചൈന പരാക്രമങ്ങൾ കാണിക്കുകയും അതിനായി പലരെയും ഒപ്പം നിർത്തുകയും ചെയ്യുന്നു. മാലദ്വീപിന്റെ കാര്യത്തിലും മറിച്ചല്ല ചൈന കാണിച്ചത്. ന്യൂസ് ഡെസ്ക്, ഈ നാട് മലയാളം.